Hi friends, result season രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയും നമ്മൾ Eqtfx പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നാളെ മുതലുള്ള നെക്സ്റ്റ് 30-35 ഡേയ്സിൽ റിസൾട്ട് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് Eqtfx ട്രെൻഡ്സ് എക്സ്റ്റൻഷനിലും Eqtfx ട്രെൻഡ്സിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലും സീനയിലും മാത്രമായിട്ട് ഒതുങ്ങുമെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. താങ്കൾക്ക് ഈ റിസൾട്ട് വീഡിയോ അനാലിസിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും Eqtfxനോട് ചേർന്നൊരു ജോയിൻ ബട്ടൺ ഉണ്ട്. അതുവഴി താങ്കൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ റിസൾട്ട് അനാലിസിസും നല്ല റിസൾട്ട് എന്ന സ്റ്റോക്കുകളുടെ ബേസിക് അനാലിസിസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. റിസൾട്ടുകളെ നമ്മൾ ഫണ്ട ആസ്പെക്ട്സിലാണ് എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് വന്നെന്നുള്ള ലെവലിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതൊന്നും ആബ്സൊല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ എന്നുള്ള കാര്യം താങ്കൾ തീർച്ചയായും മനസ്സിലാക്കണം. ഇതെല്ലാം പഠിക്കാനായിട്ട് കൂടുതൽ ഇൻഡെപ്റ്റ് അതിൻ്റെ പുറത്ത് താങ്കൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ റിസൾട്ട് സീസണിൻ്റെ തുടക്കത്തിലാകുമ്പോൾ നമ്പർ ഓഫ് റിസൾട്ട് തരുന്ന സ്റ്റോക്കുകളുടെ എണ്ണം കുറവായിരിക്കും. ഏകദേശം ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ഫാസ്റ്റായിട്ടാണ് സീസണിൻ്റെ ആ പീക്കിലേക്ക് നീങ്ങുന്നത്. പീക്കിലേക്ക് നീങ്ങി കഴിയുമ്പം ഡെയിലി 200 സ്റ്റോക്ക്, 300 സ്റ്റോക്ക്, ഇവൻ 400 സ്റ്റോക്ക് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് ഇത്രയും സ്റ്റോക്കുകളുടെ റിസൾട്ടിനെ അനലൈസ് ചെയ്തിട്ട് വീഡിയോ കൊടുക്കുക എന്നുള്ളത്. ബൈ ഗോഡ്സ് ഗ്രേസ് കഴിഞ്ഞ 2 ക്വാർട്ടറിലും ദൈവാനുഗ്രഹം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ക്വാർട്ടറിൽ നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ്. അപ്പം ഞാൻ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കുന്നു. തീർച്ചയായും നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക, കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഹായ് ഫ്രണ്ട്സ്, Q3 റിസൾട്ടിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ കൂടി മാത്രമേ Eqtfx കോമൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. നാളെ പോലുള്ള എല്ലാ വീഡിയോയും മേ ബി അടുത്ത 30-35 ഡേയ്സിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം Eqtfx ട്രെൻഡ്സിലും ട്രെൻഡ്സ് ടെലഗ്രാമിലും സീനയിലും മാത്രമായിട്ട് ചുരുങ്ങുന്നതായിരിക്കും. ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ യുവർ സെൽഫ് റെക്കമെൻഡേഷൻസ്. യു ഷുഡ് സ്ട്രിക്ട്ലി ക്രോസ് ചെക്ക് ദി ഫിഗേഴ്സ്. ഫസ്റ്റ് കമ്പനി വാട്ട് വിസാറ്റ് ഇന്നോവേഷൻസ് ആൻഡ് മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനിയാണ്. അവർ 2 വീലേഴ്സ് ആൻഡ് 3 വീലേഴ്സിലെ മാനുഫാക്ചേഴ്സ് ആണ് EV സെഗ്മെൻറ്റിൽ. സോ വാട്ട് വിസാറ്റ് അറ്റ് എ ഗ്ലാൻസ്, വാട്ട് വിസാറ്റ് ഇന്നോവേഷൻ മൊബിലിറ്റി എന്നുള്ള കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. 2 വീലേഴ്സ് ആണ്, 3 വീലേഴ്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ് ഓഫ് ആർട്ട് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ്. ആൻഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഹൈ സ്പീഡ് സ്കൂട്ടേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ആണ്, അതുപോലെ തന്നെ റിക് എന്ന് പറയുന്ന റിക്ഷാ സെഗ്മെൻ്റ് ആണ്. സോ EV മാർക്കറ്റ് ഡൈനാമിക്സ് ഇൻ ഇന്ത്യ, സീ ദി ഗ്രോത്ത്. EV മാർക്കറ്റിൻ്റെ പ്രോഡക്റ്റ് ഗ്രോത്ത് ഇന്ത്യയിലെ 2024 പോലെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ ഗ്രോത്തിലേക്ക് കുതിച്ചു ചാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. EV മാർക്കറ്റ് ഇന്ത്യയിൽ ഓവർ എ പീരീഡ് ഓഫ് നെക്സ്റ്റ് 4-5 ഇയേഴ്സ് ആ മൾട്ടി ഡയമെൻഷണൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനത്തെ കുതിച്ചു ചാട്ടം പ്രസൻറ്റ് ചെയ്യുന്നത്. മാക്രോ ലെവലിലെ പ്രസൻറ്റേഷൻസ് ആണ്, മൈക്രോ ലെവലിലെ ഓപ്പർച്യൂണിറ്റിയാണ്. State government incentives to promote EV adoption. Growing electric vehicles sales in India. 2 വീലറിൻ്റെ ഗ്രോത്ത് ആണ് എക്സ്പൊണൻഷ്യൽ വന്നിരിക്കുന്നത് അല്ലേ. 2023 വന്നിരിക്കുന്ന ഗ്രോത്ത് നോക്ക് എഗൻസ്റ്റ് 2021. ആൻഡ് 3 വീലർ ആൾസോ ഗ്രോൺ ഫാന്റാസ്റ്റിക്കലി. എക്സ്പാൻഡിങ് പ്രസൻസ് വാട്ട് വിസൺ ഇന്നോവേഷൻസിൻ്റെ ആൻഡ് മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ പ്ലാൻസ് എന്തെല്ലാമാണെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. ആൻഡ് വാട്ട് വിസാറ്റ് ഇന്നോവേഷൻ ആൻഡ് മൊബിലിറ്റി സ്മോൾ ക്യാപ് കമ്പനിയാണ്. 2171 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. കറന്റ് പ്രൈസ് സംതിങ് അറൌണ്ട് 84. ബുക്ക് വാല്യൂ ROC ഇസ് ഗുഡ്. ROE is 12.3. ഡെപ്റ്റ് വലുതായിട്ടൊന്നുമില്ല. 48.7 CRO ഡെപ്റ്റ്. പ്രൊമോട്ട് ഹോൾഡിംഗ്സ് ഇൻക്രീസ് ചെയ്തു 70.4 ആയിട്ട്. ചേഞ്ച് പ്രൊമോട്ട് ഹോൾഡിംഗ് 0.36. ഒരു കാര്യം ഒക്കെ വാല്യുവേഷൻ ഇൻഡസ്ട്രി PE ഓൾമോസ്റ്റ് 4 times മുകളിലാണ്. അത് ഈ കമ്പനിക്ക് നല്ല EV റിലേറ്റഡ് ഒരുപാട് മിക്ക കമ്പനികളുടെ വാല്യുവേഷൻ വളരെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മേ ബി ഗ്രോത്ത് വിസിബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം ആൾക്കാർ ആ ഒരു സെഗ്മെൻറ്റിൽ ഡിമാൻഡ് കാണിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു. സോ സീ ദി റിസൾട്ട്. ടോപ്പ് ലൈൻ ഗ്രോത്ത് നോക്കുക ബെസ്റ്റ് ഇൻ ദി ക്ലാസ്. കഴിഞ്ഞ ക്വാർട്ടറിനെക്കാളും 2.2x ടോപ്പ് ലൈൻ ഗ്രോത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ 69 ഉണ്ടായിരുന്നുള്ളൂ, അത് 106 കോടിയായി. ആൻഡ് സീ ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്ക്. കഴിഞ്ഞ ഡിസംബറിൽ 6.49 എന്നുള്ളത് 11.46 ആയി. സംതിങ് അറൌണ്ട് 2x അടുത്ത് വന്നല്ലേ. OPM പെർസെൻറ്റേജ് 9.29 എന്നുള്ളത് 10.78 ഇമ്പ്രൂവ് ആയി. കഴിഞ്ഞ ക്വാർട്ടറായിട്ട് നോക്കാൻ നേരത്തെ സ്ലൈറ്റ്ലി ഡൗൺ ആണെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് സോ ഇത് നെറ്റ് പ്രോഫിറ്റ് 2.42 നിന്നും 5.70 ഈ ക്വാർട്ടറിൽ എൻ്റെ പ്രോഫിറ്റ്. കഴിഞ്ഞ ഡിസംബറിൽ 3.43 ആയിരുന്നു, അതാണ് 5.70 ആയിട്ട് മാറിയത്. ആൻഡ് Q4 ഫിനാൻഷ്യൽ ഇയർ 24 റിസൾട്ട് ഹൈലൈറ്റ്സ് ആണ്. ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എക്സലന്റ് റിസൾട്ട്സ് ആണ്. ഗ്രേറ്റ് ടോപ്പ് ലൈൻ ഗ്രോത്ത് ആണ്. ഗുഡ് മാർജിൻ എക്സ്പാൻഷൻ. ടോപ്പ് ലൈൻ ഗ്രോൺ ബൈ ഓൾമോസ്റ്റ് 2.2x. Other expenses see a big decrease. PBT and PAT also improved a lot. അടുത്ത കമ്പനി ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. അത് RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടാണ്.
സോ RPSG ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് പെഡിഗ്രി ഗ്രൂപ്പാണ് RPSG ഗ്രൂപ്പ്. ധാരാളം കമ്പനികളുടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ടെർണോവർ എന്നൊക്കെ $4.5 ബില്യൺ ആണ്. വൺ ഓഫ് ദി ബിഗസ്റ്റ്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ ആണ്. സ്ട്രോങ് വർക്ക് ഫോഴ്സ്, 50,000+ എംപ്ലോയീസ് ആണ് അവരുടെ ഹോൾ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് പ്രസൻസ് ഇൻ 45+ കൺട്രീസിലാണ്, 100+ ഓഫീസേഴ്സ് വേൾഡ് വൈഡ്. ആൻഡ് ന്യൂമറസ് ലെഗസി നോക്ക്. ആ കമ്പനി RPSGയുടെ അകത്തുള്ള കമ്പനികൾ നോക്കൂ നിങ്ങൾ. CESC and NPCL, Spences, CPL, PCBL, Firstsource, Hello. There's so many companies are there. Philips Carbon Black Limited എന്നുള്ള കമ്പനിയാണ്. PCBL നാഷണൽ പെയിൻറ്റർ ആൻഡ് ഗ്ലോബൽ പ്ലെയർ ആണ് ശരിക്കും. 4+1 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ട്. 100 ഗ്രേഡ്സ് ഉണ്ട്. 65+ ഗ്രേഡ്സ് ഓഫ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉണ്ട്. 50 കൺട്രീസിൽ പ്രസൻസ് ആണ്. ആൻഡ് 120+ കസ്റ്റമേഴ്സ് ഓഫ് ദി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. 1275 മേളിൽ എംപ്ലോയീസ് ഉള്ള ഇറ്റ്സ് എ ഹ്യൂജ് കമ്പനിയാണ്. ആൻഡ് പ്രൊഡക്റ്റ് റേഞ്ച് നോക്ക്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് പ്രൊഡക്റ്റ് റേഞ്ച് അവർക്കുള്ളത്. ആൻഡ് ഫേവറബിൾ ടെയിൽ വിൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. കമ്പനിയുടെ മുന്നോട്ടുള്ള ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കണം. ഞാൻ കൂടുതലായിട്ട് സമയക്കുറവുണ്ട്, വീഡിയോ സ്പീഡിൽ ഞാൻ ഓരോ പേജും മറിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ലീഡർഷിപ്പ് പൊസിഷൻ കാർബൺ ബ്ലാക്ക്. PCBയിലാണ് നമ്പർ 1. ഡൊമസ്റ്റിക് കപ്പാസിറ്റി 770 KT ആണ് ഡൊമസ്റ്റിക് കപ്പാസിറ്റി. ബിർള കാർബൺ ആണ് രണ്ടാമത് 315. ഹിമാദ്രിയാണ് മൂന്നാമത് 180. ബാലകൃഷ്ണ ടയേഴ്സ് ആണ് 200 നാലാമത്. എപ്സിലോൺ കാർബൺ ആണ് അഞ്ചാമത്. കോണ്ടിനെന്റൽ കാർബൺ ഇന്ത്യയാണ് 235. സി ദി സെക്കൻഡും തേർഡും പൊസിഷനിലുള്ള ആൾക്കാരുമായിട്ട് ഫസ്റ്റ് പൊസിഷനിലെ PCBയിലുമായിട്ടുള്ള വ്യത്യാസം നോക്കും. PCBയിലെ പകുതി പോലും ഇല്ല സെക്കൻഡ് തേർഡ് പൊസിഷനിലുള്ള ആൾക്കാർ. അതിന് അവരുടെ സ്ട്രോങ് ഗ്ലോബൽ പ്രസൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. PCBയിൽ 10,418. ഇത് സ്മോൾ ക്യാപ് കമ്പനിയാണ്. സ്റ്റോക്ക് പീസ് 21.6 ഉള്ളൂ. എഗൻസ്റ്റ് ഇൻഡസ്ട്രി പീസ് 35.6. ആൻഡ് ROC ആൻഡ് ROE വെരി ഗുഡ്. ROC ആൻഡ് ROE. ഡെറ്റ് എന്ന് പറയുന്നത് ഹാർഡ്ലി 0.38 ഉള്ളൂ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1.71 ഉള്ളൂ. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് മോർ ദാൻ 50%. ഇറ്റ് ഈസ് 51.4. എക്സലന്റ് റിസൾട്ടാണ് കഴിഞ്ഞ ഡിസംബർ 2023 1657 എഗൻസ്റ്റ് കഴിഞ്ഞ കൊല്ലത്തെ ഡിസംബറിൽ 1363 1657 ആയി. കഴിഞ്ഞ ക്വാർട്ടറിൽ 1487 ആയിരുന്നു. അവിടെ നിന്നാണ് ബ്യൂട്ടിഫുൾ ഗ്രോത്ത് സംഭവിച്ചത്. സി ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 238 279 ആയി. കഴിഞ്ഞ ഡിസംബർ 163 ഉള്ളൂ. സി ദി ഹ്യൂജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. YOYയും ആൻഡ് ക്വാർട്ടറും വിത്ത് OPM എക്സ്പാൻഷൻ. ഫാന്റാസ്റ്റിക് എക്സലന്റ് റിസൾട്ടാണ് കമ്പനി കൊടുത്തത്. ആൻഡ് റേഷ്യോസ് ഓൾസോ ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഡെറ്റർ ഡേയ്സ് 91 70 ആയിട്ട് കുറഞ്ഞു. ഇൻവെൻട്രി ഡേയ്സ് 70 48. എക്സലൻ്റ് ആയിട്ടുള്ള വ്യത്യാസം വന്നിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ 57 39 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിസൾട്ട് ഈസ് ആബ്സല്യൂട്ട്ലി ബ്ലോക്ക് ബസ്റ്റർ. റവന്യൂ, PBT, PAT ആൻഡ് സോളിഡ് ക്വാർട്ടർ അപ്റ്റിക് ആൻഡ് ഡീസന്റ് മാർജിൻ എക്സ്പാൻഷൻ. ജയ് ബാലാജി ഗ്രൂപ്പാണ് മൂന്നാമത്തെ കമ്പനി. Vijay Balaji Group market cap 15,872. Stock is 41 versus industry 17.4. And company debt എന്ന് പറയുന്നത് 0.67 ഉള്ളൂ. 660 crores ഉള്ളൂ ഡെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റിസൾട്ട് ഈസ് ക്വൈറ്റ് ഓക്കെ. നല്ല റിസൾട്ടാണ്. പക്ഷേ റവന്യൂ ടോപ്പ് ലൈനിൽ റവന്യൂ ഫ്ലാറ്റായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഫ്ലാറ്റായി. 1538 ആണ് എഗൻസ്റ്റ് 1546. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഫ്ലാറ്റ് ആണ്. അതർവൈസ് റിസൾട്ട് ഈസ് ക്വൈറ്റ് ഓക്കെ. ക്വൈറ്റ് ഗുഡ് റിസൾട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഗുഡ് റിസൾട്ട് ദോ വിത്ത് ഫ്ലാറ്റ് ടോപ്പ് ലൈൻ ഗ്രോത്ത്. എക്സലന്റ് മാർജിൻ എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ടോപ്പ് ലൈൻ ഫ്ലാറ്റിഷ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ഓവറോൾ റിസൾട്ട് ഈസ് ക്വൈറ്റ് ഓക്കെ. ഗുഡ് റിസൾട്ട് എന്ന് പറയാൻ സാധിക്കും. ആൻഡ് ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ആണ് അടുത്തത്. ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് അല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കമ്പനി. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഇറ്റ് എ ടോട്ടലി ഡിഫറെൻറ്റ് കമ്പനിയാണ്. സോ IPO ലിസ്റ്റും വന്നത് 30th November 2023 വന്നത്. സോ IPO ലിസ്റ്റിങ്ങിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവർ ക്രെഡിറ്റ് സ്യൂട്ട്സ് മോർഗേജ് ലോൺ ഉണ്ട്, ഗോൾഡ് ലോൺ ഉണ്ട്, ബിസിനസ് ലോൺ ഉണ്ട്. സോ ഓവറോൾ ദേ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ആക്ച്വലി റിസൾട്ടിൽ. ആൻഡ് Q3 ഫിനാൻഷ്യൽ 24 റിസൾട്ട് സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓരോ കേസും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. സോ നെറ്റ് പ്രോഫിറ്റ് 655 million in Q3 up by 28% YOY. റിട്ടേൺ ഓൺ അസറ്റ് ആൻഡ് റിട്ടേൺ ഇൻ ഇക്വിറ്റി 2.5 14.3 ആണ്. ഓം ഗ്രോത്ത് 34% YOY. 35% ഓം ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഡിസ്പേസൽ അപ്പ് ബൈ 24%. ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ് ടു A+ സ്റ്റേബിൾ ബൈ കെയർ റേറ്റിംഗ്. ഇത് വളരെ ക്രിട്ടിക്കൽ ആണ്. ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡേഷൻ ഈസ് എ വെരി ഗുഡ് തിങ്. CRISIL A has assigned as AA positive rating. That's a very good thing. Growth stage 3 stood at 2.2. Growth stage 3 down by 81.8. That's also very good actually. Commenced gold loan core lending arrangement with the two leading banks.
Opened 2 branches during Q3, taking our total count of branches to 609. So, കമ്പനിയുടെ Q3യിലെ പെർഫോമൻസ് ആണ് ബ്രാഞ്ചസ് 609 ആയി. Q3 കഴിഞ്ഞു 2023 571 ആയിരുന്നു, അവിടെ നിന്ന് 609 ആയി. ഓം വന്നിട്ട് 79 നിന്നും 107 ആയി. ശരിക്ക് 100 ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ. എംപ്ലോയീസിന് എണ്ണം 3481 നിന്ന് 41334 ആയി. YOY quarter വന്നിട്ട് 3970 എന്ന് 4134 ആയി. സോ ഇറ്റ് ഈസ് ഇംപ്രൂവിങ് ഓൺ ഓൾ ദീസ് തിങ്സ്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നോക്കുക. ടോട്ടൽ ഇൻകം, സി ദി ഗ്രോത്ത് ടോട്ടൽ ഇൻകം, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 1654 എന്ന് 216 ആയിട്ട് കുതിച്ചുയർന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 2073 ആയിരുന്നു Q2. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ക്രെഡിറ്റ് കോസ്റ്റ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്ക് 663 നിന്ന് 878. ഫെൻറ്റാസ്റ്റിക് ഗ്രോത്താണ് കൊടുത്തത്. ആൻഡ് Q2 അത് 774 ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ബുക്ക് വാല്യൂ കൂടി 40 എന്നുള്ളത് 58 ആയി. റേഷ്യോസ് നോക്കുക നിങ്ങൾ. റിട്ടേൺ ഓൺ ആവറേജ് അസറ്റ്സ്, റിട്ടേൺ ഓൺ ആവറേജ് ഇക്വിറ്റി, ഗ്രോത്ത് സ്റ്റേജ് 3 ആൻഡ് നെറ്റ് സ്റ്റേജ് 3 അസറ്റ്സ്, CRAR. Balance sheet has improved a lot. ശരിക്കും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലവൻസ്, അതർ ബാങ്ക് ബാലൻസ് 10967 ആയിട്ട് കുതിച്ചുയർന്നു. കഴിഞ്ഞ കൊല്ലത്തെ 6249 ഉണ്ടായിരുന്നുള്ളൂ. ലോൺസ് ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്, 71 നിന്നും 87 ആയി. ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ Q3 2023 5227 നിന്ന് സ്ലൈറ്റ് ഡൗൺ ആയിട്ടുണ്ട് 4194 ആയിട്ട്. പക്ഷേ കഴിഞ്ഞ Q2 നോക്കാത്തത് ഇൻവെസ്റ്റ്മെന്റ് 3561 നിന്നും 4194 ആയിട്ട് ഇംപ്രൂവ് ആയി കഴിഞ്ഞു. ടോട്ടൽ അസറ്റ്സ് വന്നിട്ട് 86,092 നിന്നും 1.06 ആയിട്ട് കുതിച്ചുയർന്നു. ആൻഡ് ഗുഡ് റിസൾട്ട്, എക്സലന്റ് റിസൾട്ട്, റവന്യൂ, PBT, PAT, ഡീസെന്റ് 20% ഗ്രോത്ത് ക്വാർട്ടർ ഓൺ YOY basis with the decent quarter uptick as well. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോയും ആബ്സൊല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. പഠിക്കാനായിട്ടാണ് ഷെയർ ചെയ്യുന്നത്, കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. സോ സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.